കോഴിക്കോട് കൊടുവള്ളിയിൽ വൈദ്യുതാഘാതമേറ്റ് 12 വയസ്സുള്ള പെൺകുട്ടി മരിച്ചു. കാലത്തിങ്കൽ റഷീദിന്റെ മകൾ തൻഹയാണ് മരിച്ചത്. വീടിനോട് ചേർന്ന വൈദ്യുത ലൈനിൽ കുട്ടിയുടെ കൈ അബദ്ധത്തിൽ തട്ടുകയായിരുന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേർന്നു. അനഘ, അപകടകരമായ നിലയിൽ വൈദ്യുത ലൈൻ വീടിന് സമീപത്ത് കൂടി കടന്നു പോകുന്നുണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ആ കൊച്ചുകുട്ടി 12 വയസ്സുള്ള ആ മകൾ, അവളുടെ കയ്യെത്തും ദൂരത്തായിരുന്നു ആ വൈദ്യുതി പ്രവഹിക്കുന്ന ആ കമ്പി കടന്നു പോയിരുന്നത്. അപ്പോൾ ഇതാരും ശ്രദ്ധിച്ചിരുന്നില്ലേ അനഘ? വിനോദ്, ഇന്നലെ വൈകുന്നേരം 6 മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. 12 വയസ്സുകാരി തൻഹ തന്റെ വീടിന്റെ മുകളിൽ നിലയിൽ കയറി നിൽക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ വീടിനോട് ചേർന്നായിരുന്നു ഈ വൈദ്യുത ലൈൻ ഉണ്ടായിരുന്നത്. ഈ സമയം കൈ ഉയർത്തിയപ്പോൾ ഈ വൈദ്യുത ലൈനിൽ കൈ തട്ടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ തൻഹയ്ക്ക് ഷോക്കേറ്റുന്നത്. ഷോക്കേറ്റ് വീടിന്റെ ആ 1ാം നിലയിൽ നിന്ന് താഴേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ഉടൻ തന്നെ വീട്ടിൽ രക്ഷിതാക്കൾ ചേർന്ന് തൊട്ടടുത്ത കൊടുവള്ളിയുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ വീടിനോട് ചേർന്ന് ഇവർ പഴയ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന് ഏറെ അകലെയായിരുന്നു ഈ ലൈൻ ഉണ്ടായിരുന്നത്. അതിനുശേഷം പുതിയ വീട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ വീടിനോട് ചേർന്ന് തന്നെയായിരുന്നു ഈ വൈദ്യുത ലൈൻ ഉണ്ടായിരുന്നത്. ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതർ പറയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അത് മാറ്റാനുള്ളൊരു നീക്കം വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. ഇത്തരത്തിൽ വീടിന് അരികിലൂടെ അല്ലെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾക്ക് അരികിലൂടെയൊക്കെ ലൈൻ പോകുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ആ രീതിയിൽ ഇത് മാറ്റി സ്ഥാപിക്കുന്നതിന് മുൻപ് അങ്ങനെ ഒരു സുരക്ഷ ഒരുക്കുന്ന സാഹചര്യം ഈ ഇലക്ട്രിസിറ്റി ബോർഡ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു ജീവൻ നഷ്ടമാകില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ സംഭവത്തിൽ ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെയും ആ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ വീഴ്ചയുടെ ഭാഗമായാണ് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായത്. വിനോദ്, അതെ, വൈദ്യുതി വകുപ്പിന്റെ അനാസ്ഥ ഇക്കാര്യത്തിലുണ്ട്. എന്തായാലും ഒരു 12 വയസ്സുള്ള പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം, വീടിന്റെ മുകളിലത്തെ നിലയിലോട് ചേർന്നുള്ള വൈദ്യുതി കമ്പിയിൽ അബദ്ധത്തിൽ കൈതട്ടി 12 വയസ്സുള്ള ഒരു ബാലികയാണ് കോഴിക്കോട് കൊടുവള്ളിയിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അനഘ ഹർഷൻ.